ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, ഒരു ആനുകൂല്യങ്ങളും തന്നിട്ടില്ല. ചെയ്ത ജോലിയുടെ കൂലിയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങളുടെ വീട് പട്ടിണിയാണ്, ഞങ്ങളുടെ കുടുംബം പട്ടിണിയാണ്, വീട്ടിൽ പോകാൻ നിവർത്തിയില്ല, കടക്കാരെ കൊണ്ട് നിവർത്തിയില്ല. ഞങ്ങൾക്ക് ചെയ്ത ജോലിയുടെ കൂലിയെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ അതെന്ന് തരാൻ പറ്റുമെന്നുള്ള കൃത്യമായ ഒരു മറുപടി പറയണം. പറഞ്ഞേ തീരൂ. ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ നിവർത്തിയില്ല, വേറെ മാർഗമില്ല. ഞങ്ങൾ KSRTC എന്ന സ്ഥാപനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. മറ്റു തൊഴിലിനൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ചെയ്ത ജോലിയുടെ കൂലി തന്നേ മതിയാവൂ. ഞങ്ങൾ ഇത്രയും നേരം സമാധാനപരമായിട്ട് ശമ്പളത്തിന് വേണ്ടിയാണ് സമരം ചെയ്തത്. ശമ്പളം കിട്ടാതെ മനസ്സൊന്നും ഇന്നലെ ഇവിടുത്തെ ഒരു തൊഴിലാളി മരിച്ചു വീണു. ഇതൊക്കെ സർക്കാർ മാനേജ്മെന്റും ഈ പറയുന്ന വകുപ്പ് മന്ത്രിയും കാണണ്ടേ? ഞങ്ങൾ ശമ്പളത്തിന് വേണ്ടിയല്ലേ സമരം ചെയ്യുന്നത്? ഞങ്ങളെ കുടുംബം പോറ്റാൻ വേണ്ടിയല്ലേ ഈ സമരം ചെയ്യുന്നത്? ഈ തെരുവിൽ കിടക്കുന്ന വേറെ ആനുകൂല്യങ്ങൾ ചോദിച്ചും സർക്കാരിനെ അട്ടിമറിക്കാനുമല്ല, ഞങ്ങൾ ജോലി ചെയ്തതിന്റെ ശമ്പളത്തിന് വേണ്ടിയാണ് ഈ സമരം നടത്തിയത്. ഇത്രയും നേരം ഞങ്ങൾ സമാധാനപരമായിട്ടാണ് സമരം നടത്തിയത്. പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളെ മർദ്ദിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളിവിടെ മരിച്ചു വീഴും. ഞങ്ങളെ നെഞ്ചിൽ കൂടെ വണ്ടി കയറ്റിപ്പോട്ട്, അല്ലാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറൂല. പോലീസ് മാന്യമായിട്ടാണെങ്കിൽ മാന്യത, ഇല്ലെങ്കിൽ ഞങ്ങൾ സമരത്തിലേക്ക് പോവും. അത് ശക്തമായ സമരത്തിലേക്ക് തന്നെ ഞങ്ങൾ പോവും. യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല. ഇത്രയും നേരം സമാധാനമായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. വണ്ടികളൊന്നും വിടില്ല എന്നല്ല, ഞങ്ങൾ എന്തായാലും ഞങ്ങളിപ്പോൾ പ്രതിഷേധ സമരത്തിലാണ്. അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കും. വണ്ടികൾ വിടണോ വിടണോ പറ്റി ആലോചിക്കും. പോലീസ് മാന്യമായിട്ട് ഇടപെട്ടാൽ നമ്മൾ അതിനെപ്പറ്റി എന്താണെന്നൊരിതുണ്ടാവും. ഞങ്ങൾ പണിമുടക്കിന് നോട്ടീസ് കൊടുത്തിട്ട് പോലും ഈ മന്ത്രി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുക, ഞങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോലും മന്ത്രി തയ്യാറായിട്ടില്ല. ആ മന്ത്രി ഇന്നലെയും പറഞ്ഞു ഞാൻ ശമ്പളം കൊടുത്തു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മന്ത്രിമാർ മാറി വന്നതിന് ശേഷം ഒരു ദിവസം പോലും ഒരു മാസം പോലും ഞങ്ങൾക്ക് കൃത്യമായി ശമ്പളം കിട്ടിയില്ല. ആ ശമ്പളത്തിന് വേണ്ടി, ജോലി ചെയ്ത ശമ്പളത്തിന് വേണ്ടി, ജോലി ചെയ്ത കൂലിക്ക് വേണ്ടിയാണ് ഈ സർക്കാരിൻ്റെ മുന്നിൽ ഞങ്ങൾ ഈ ഒരു പ്രതിഷേധ സമരമായിട്ട് ഈ റോഡിൽ കിടക്കുന്നത്. സർക്കാരിനെ അട്ടിമറിക്കാനല്ല, ഭരണം പിടിക്കാനല്ല, ജോലി ചെയ്ത കൂലിക്ക് വേണ്ടിയാണ് ഈ റോഡിൽ ഇവിടെ കിടക്കുന്നത്. അത് മനസ്സിലാക്കണം. ചിലയിടങ്ങളിൽ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ കേടുപാടുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒരിടത്തും ഒരു വാഹനങ്ങൾക്കും കേടുപാടുണ്ടാക്കിയിട്ടില്ല. മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന, ഇപ്പോൾ ഞങ്ങളെ ഈ സമരം പൊളിക്കാൻ നിൽക്കുന്ന CIT സംഘടന മുമ്പൊക്കെ സമരം ചെയ്തപ്പോൾ വണ്ടികൾ കേടുപാട് പറ്റിയിട്ടുണ്ട്, വണ്ടികൾ നശിപ്പിച്ചിട്ടുണ്ട്, എൻജിൻ ഞങ്ങൾ ഒരു കേടുപാടും ചെയ്യാൻ ആഹ്വാനം കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു അക്രമ സമരത്തിലേക്ക് ഞങ്ങൾ പോവില്ല. അത് ഞങ്ങളുടെ പൊതു തത്വമാണ്. ഇപ്പോൾ ഞങ്ങൾ പ്രതിഷേധം നടത്തിയപ്പോൾ പോലീസ് അനാവശ്യമായി ഇടപെട്ടത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധമായിട്ട് പോകുന്നത്. ഇനി ഞങ്ങൾക്ക് ഡൈസോണല്ല, ഞങ്ങളെ തൂക്കിക്കൊന്നാലും ശരി, ഞങ്ങൾ ഈ സർക്കാരിൽ നിന്നും ശമ്പളവും ആനുകൂല്യവും വാങ്ങുന്നത് വരെ നിരന്തര സമരത്തിലായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങളെ തുറങ്കിലടക്കട്ടെ.